നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലുമായി അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. NGP സ്നൈപ്പർമാരുടെ 2 സംഘങ്ങളെയും SDS കമാൻഡോകളുടെ 6 സംഘങ്ങളെയും UP-യിൽ നിന്നുള്ള 15,000 പോലീസ് ഉദ്യോഗസ്ഥരെയും അർദ്ധ സൈനിക വിഭാഗങ്ങളെയുമാണ് ഇന്ന് അയോധ്യയിൽ സുരക്ഷ ഒരുക്കുന്നതിനായി വിന്യസിച്ചിട്ടുള്ളത്. രാമക്ഷേത്രത്തിൽ മാത്രം ഹൈ റെസല്യൂഷനിലുള്ള 250 AI ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുതൽ അയോധ്യ നഗരത്തിലുടനീളം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ക്ഷേത്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നുണ്ട്. നഗരത്തിൽ ക്രമാതീതമായ തിരക്ക് ഒഴിവാക്കുന്നതിനാണ് ഈ നീക്കം. ക്ഷണിക്കപ്പെട്ട അതിഥികളുടെയും പാസ് ഉള്ളതുമായ അംഗീകൃത വാഹനങ്ങളെയും മേഖലയിലേക്ക് കടത്തിവിടും. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി അവരുടെ വാഹനങ്ങൾ സുഗമമായി കടന്നു പോകുന്നതിനായി റൂട്ട് പ്ലാൻ തയ്യാറാക്കി നൽകിയിട്ടുമുണ്ട്. 10,717 AI ക്യാമറകളാണ് അയോധ്യ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളത്. മൈനുകളോ സ്ഫോടക വസ്തുക്കളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ആന്റി മൈൻ ഡ്രോൺ വിന്യസിച്ചിട്ടുമുണ്ട്. ത്രിതല സുരക്ഷയാണ് അയോധ്യയിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ സുരക്ഷാ ഭീഷണികളെയും പ്രതിരോധിക്കാൻ സാധ്യമായ മുൻകരുതലുകൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ചരിത്ര നിമിഷമെന്നാണ് വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇത് ട്വീറ്റ് ചെയ്തത്. ഇന്ത്യയുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും സമ്പന്നമാക്കുന്ന ഈ ചരിത്ര നിമിഷമാണിതെന്നും രാജ്യത്തെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് ഇത് നയിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കൈമാറിയ സന്ദേശത്തിന് മറുപടിയായാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. രാഷ്ട്രപതി കൈമാറിയ കത്തും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, അയോധ്യയിലെ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഈ അവസരത്തിൽ താങ്കൾ കൈമാറിയ ആശംസകൾക്ക് നന്ദി. ഈ ചരിത്ര നിമിഷം ഇന്ത്യയുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും സമ്പന്നമാക്കുന്നതും രാജ്യത്തിന്റെ വികസനത്തിലേക്കുള്ള കുതിപ്പിന് ഊർജം പകരുന്നതാണ് എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുകയായിരുന്നു. രാജ്യമെമ്പാടും ഈ നിമിഷത്തെ ആഘോഷിക്കുകയാണെന്നും പുനരുജ്ജീവനത്തിന് തുടക്കമാവുകയാണെന്നും രാഷ്ട്രപതി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി കഠിന വ്രതം അനുഷ്ഠിക്കുന്നതിനെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഭഗവാൻ ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്താൻ ഇന്ന് തയ്യാറെടുക്കുകയാണ്. പവിത്രമായ ആചാരം എന്നതിലുപരിയായി ഭഗവാനോടുള്ള ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതിഫലമാണ് 11 ദിവസത്തെ വ്രത അനുഷ്ഠാനത്തിലൂടെ തെളിയുന്നത്. രാജ്യത്തിന്റെ മറ്റൊരു പാതയിലേക്കുള്ള ചുവടുവയ്പിൽ സാക്ഷ്യം വഹിക്കാനായ നമ്മൾ ഭാഗ്യവാന്മാരാണെന്നും രാഷ്ട്രപതി കുറിച്ചിരുന്നു.